ഇപ്പോൾ നമ്മളൊരു സാധാ ബ്ലൗസ് ലൈനിങ് ഇല്ലാതെ സാധാ സാരി ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട്. അളവിൻ്റെ ബാക്ക് അളവ് ഫ്രണ്ട് എല്ലാം ഇതിൽ എടുത്തിട്ടുള്ള അളവാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് വന്ന് വണ്ണം 20.5 ഇഞ്ചാണ്. 20.5 ഇഞ്ചിൻ്റെ പകുതി 10.25 ഒരു 1.5 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ തുണിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കൈ ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് തുണി നമ്മൾ അതിനനുസരിച്ച് നോക്കിയാണ് എടുക്കുന്നത്. അപ്പം 12.5 മുറിച്ചെടുത്ത തുണിനെ ഇങ്ങനെ ഉണ്ടാക്കി മടക്കാം. ഇതേപോലെ ഇതിൽ നമ്മൾ ബാക്കും ഫ്രണ്ടും ഇതിൽ നിന്ന് വെട്ടണം. അപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്യുക, അയൺ ചെയ്തിട്ട് ക്ലിയർ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇറക്കം തയ്ക്കാൻ ഒരു 1.25 ഇഞ്ച് വേണം തയ്യത്തുമ്പ്. ഇതിൻ്റെ ബാക്കിൻ്റെ ഇറക്കം 16.25 ബാക്ക്. ആദ്യം വെട്ടേണ്ടത് ബാക്ക് പീസാണ്. ബ്ലൗസ് വെട്ടുമ്പോൾ ആദ്യം ബാക്ക് പീസ് വെട്ടുക. 16.25 ഷോൾഡർ തയ്ക്കാനുള്ള തുമ്പും കൂടി 17.25 നമ്മൾ ഒരു 1 ഇഞ്ച് ഷോൾഡർ തയ്ക്കാൻ വിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യാം. അതിനുശേഷം ആ മാർക്ക് ഇതേപോലെ വരയ്ക്കുക. ഇതിൻ്റെ ഷോൾഡർ 10.25 ഇഞ്ചാണ്. ഷോൾഡർ 10.25 ആകുമ്പോൾ 5 ഇഞ്ച് ഒരു പോയിൻ്റാണ് വരിക. അതും മാർക്ക് ചെയ്ത് തയ്ക്കാനുള്ള തുമ്പും കൂട്ടി ഇതേപോലെ മാർക്ക് ചെയ്യാം. അതും ഇതേപോലെ. അതിനുശേഷം വണ്ണത്തിൻ്റെ ബാക്ക് വണ്ണത്തിൻ്റെ പകുതി 20.5 10.25 ഇതേപോലെ മാർക്ക് ചെയ്യാം. അതും ഇതേപോലെ സ്കെയിൽ വെച്ച് ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതിൻ്റെ ബാക്ക് പീസ് വന്നിട്ട് അളവ് 16 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു 8.25 ഇഞ്ച് നമ്മൾ പകുതി മാർക്ക് ചെയ്യാം ഇതേപോലെ. അതിനുശേഷം കൊടുന്ന ബ്ലൗസിനൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ കൊടുന്ന ബ്ലൗസ് വെച്ചിട്ട് ഇതേപോലെ കൈക്കൂടെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക. അതേപോലെ ഇതുപോലെ മാർക്ക് ചെയ്തിടുക. അതിനുശേഷം അതും ഇതേപോലെ മാർക്ക് ചെയ്തിടുക. ഇതിൻ്റെ റിഗാള് വന്നിട്ട് ഇവിടെ 8 ഇഞ്ച് റിഗാള്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് ഇവിടെ ഷേപ്പ് ചെയ്ത് ഷോൾഡർ വരക്കണം. അതേപോലെ ഇങ്ങനെ 8 ഇഞ്ച് റിഗാളാകുമ്പോൾ നമ്മൾ ഇതേപോലെ റൗണ്ട് 8 ഇഞ്ച് വെച്ചിട്ടുള്ളത് ഇങ്ങനെ അളന്ന് നോക്കണം. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ 8 ഇഞ്ച് കറക്റ്റ് ചെയ്യുന്നത് നമുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 8 ഇഞ്ച് കറക്റ്റ് നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ വണ്ണത്തിൻ്റെ അളവും അരവണ്ണത്തിൻ്റെ അളവും കൂടി ഇതേപോലെ ഷേപ്പിൽ മാർക്ക് ചെയ്യുക. അതേ സ്കെയിൽ വീതിക്ക് തന്നെ ഇതിൻ്റെ തയ്ക്കാനുള്ള തുമ്പും ഇതുപോലെ മാർക്ക് ചെയ്തില്ല. അപ്പോൾ ഇത് ബാക്ക് പീസ്. ഇനി ഇതിൻ്റെ കഴുത്തിൻ്റെ ഷോൾഡറിൻ്റെ നമ്മൾ അകലം നോക്കണം. 2.5 ഇഞ്ച് അകലമാണ്. ഇങ്ങനെ വെച്ചാലും അളവ് കൂടുന്ന അളവ് ബ്ലൗസ് ഇതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്താലും ഇങ്ങനെ മാർക്ക് ചെയ്യുക ഇതേപോലെ. അതിനുശേഷം നമ്മൾ ബ്ലൗസ് കൂടുന്ന ബ്ലൗസ് ഇതേപോലെ അളവ് ബ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്കത് നല്ലതാണ്. ഇതേപോലെ കറക്റ്റ് ഇതേപോലെ വെച്ച് ഇതിൻ്റെ വെട്ടും കഴുത്തിൻ്റെ അളവും കൂടി കറക്റ്റ് ചെയ്തതിന് ശേഷം ഇതേ ഷേപ്പിൽ വെക്കാം. ബ്ലൗസ് ഇതേ ഷേപ്പിൽ വെച്ചതിന് ശേഷം ഇതേപോലെ ബാക്കിൻ്റെ മാർക്ക് ഇതേപോലെ. ഇതാണ് അതിൻ്റെ അളവ്. എന്നിട്ട് അതിൽ നിന്ന് നമ്മളിതുപോലെ ഒരു കഴുത്ത് രൂപത്തിൽ റൗണ്ട് ചെയ്ത് കൊടുക്കുക. റൗണ്ട് കഴുത്താണ് ഇതേപോലെ. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് പീസ് ആയി. ഇനി നമ്മൾ ബാക്ക് പീസ് അത് വെട്ടിയെടുക്കാം. കഴുത്ത് നമ്മൾ വരച്ചിട്ടുള്ള ഫിനിഷിംഗ് ആണ്. അപ്പോൾ തയ്ക്കാനുള്ള തുമ്പും കൂടിയിട്ട് വേണം നമ്മളതിൽ മാർക്ക് ചെയ്യാൻ. അങ്ങനെ ഇത് നമ്മൾ റിഗാളൊക്കെ കറക്റ്റ് ഇതേപോലെ ഈ വരച്ച രൂപത്തിൽ തന്നെ വെട്ടിയെടുക്കുക. സൈഡ് തയ്ക്കാനുള്ള തുമ്പാണ് ഈ ഉള്ളത്. മറിഞ്ഞ് ഇതിൽ വെട്ടരുത്. ഇത് ഫിനിഷിംഗ് ആണ്. തുമ്പ് നോക്കണം. തയ്യത്തുമ്പും കൂട്ടാണ് വെട്ടുന്നത്. അതിനുശേഷം തയ്ക്കാനുള്ളൊരു ഇത് വെട്ടി കൊടുക്കുക. അവിടെ അടയാളം മാർക്ക്. ഇതും തയ്യത്തുമ്പിൻ്റെ അളവ്. അത് ബാക്ക് പീസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തത് ഇത് വെച്ച് ഫ്രണ്ട് വെട്ടിയെടുക്കാം. അതിനായിട്ട് നമ്മൾ റിഗാൾ വെട്ടിയ ഭാഗം ഇതേപോലെ തിരിച്ചിട്ടിട്ട് വേണം ഫ്രണ്ട് വെട്ടണമെങ്കിൽ. അതിൻ്റെ കരഭാഗം നമ്മളത് വെട്ടി ഒഴിവാക്കാം. കരഭാഗം ബുദ്ധിമുട്ടാണ് തയ്ക്കുമ്പോൾ. അപ്പോൾ അത് വെട്ടി ഒഴിവാക്കണം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെ ഇറക്കം വന്നിട്ട് 17 ഇഞ്ചാണ്. ബാക്കിനേക്കാളും 1/2 ഇഞ്ച് കൂടും ഫ്രണ്ടിന് എപ്പോഴും. അപ്പോൾ 17 ഒരു 1.25 തയ്യത്തുമ്പം കൂടി മാർക്ക് ചെയ്യണം.
അപ്പോൾ 18.25 ഇതേപോലെ മാർക്ക് ചെയ്യാം. അതിനുശേഷം അതൊന്ന് വരക്കണം. അതിനുശേഷം ഇതേപോലെ ആ വരച്ചിട്ട് ഷോളർ നമ്മൾ ഫ്രണ്ട് പീസ് ഇതേപോലെ ഇവിടെ 1/4 ഇഞ്ചോളം മേലെ 1/4 ഇഞ്ച് ഒരു പോയിന്റ് കൂടുതൽ വേണം നമുക്ക് ഫ്രണ്ട് പീസിൽ മാറി പിടിപ്പിക്കാനുള്ള തുമ്പും ഇതേപോലെ ചുറ്റണം നമ്മൾ നോക്കാൻ. അതിനുശേഷം ഇതിങ്ങനെ വരച്ചെടുക്കുക. അതേ ഇതിൽ ആ ബാക്ക് പീസിൻ്റെ ഇതിൽ ഇങ്ങനെ വരച്ചെടുക്കുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു 1/4 ഇഞ്ച് മേലക്കായിട്ട് ഇതുപോലെ വരയ്ക്കുക ഫ്രണ്ട് പീസിൻ്റെ. അതുപോലെ കറക്റ്റ് മാർക്ക് ചെയ്യുക. കഴുത്തിൻ്റെ തുമ്പും ഇതേപോലെ ഫിനിഷിങ്ങും രണ്ടും മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആ മാർക്ക് ചെയ്ത് അടയാളാണിത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ ഭാഗം പീസ് ഇതുപോലെ കട്ടിങ് വെച്ചിട്ട് തയ്യത്തുമ്പും കൂട്ടിയിട്ട് ഞാൻ അളവിനൊക്കെ 1 ഇഞ്ച് ലെങ്ത്ത് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. അവിടെ നിന്ന് തയ്യത്തുമ്പും കൂടിയിട്ട് വേണം കട്ടിങ്ങിൽ ഇത് കറക്റ്റ് ഇതേപോലെ ഈ ജോയിൻ്റ് കാണില്ലേ അവിടെ തയ്ക്കാനുള്ള തുമ്പ് ഇതേപോലെ മാർക്ക് ചെയ്യണം. ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കണം. അതിനെ കട്ടിങ്ങിൻ്റെ അതേ ഷേപ്പിൽ അതിങ്ങനെ വരച്ച് ഇതേപോലെ. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് കഴുത്ത് നമ്മൾ ഫിനിഷിങ് മാർക്കിൽ വെക്കണം. ഇവിടെ ഷോളറിൻ്റെ തയ്യത്തുമ്പും ഒഴിവാക്കണം. അതിനുശേഷം ഇതുപോലെ വെച്ചിട്ട് ഫിനിഷിങ് മാർക്കും കഴുത്തിൻ്റെ ലെങ്ത്ത് എത്ര വെച്ചത് ഫിനിഷ് ഈ അളവ് കൊടുക്കുന്ന അതേ പ്രകാരം ഇതേപോലെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇതേപോലെ ഇതുപോലെ അത് മാർക്ക് ചെയ്ത് ഫ്രണ്ട് നമുക്കൊരു 1/4 ഇഞ്ച് വേണം. ഫ്രണ്ടും കുഴിച്ചിട്ട് വേണം മാർക്ക് ചെയ്യാം. നമ്മൾ ആദ്യം വരച്ചത് ബാക്ക് പീസിൻ്റെ അളവിനാണ്. അതുപോലെ ഫ്രണ്ടും കുഴിക്കുക. അതിനുശേഷം ഈ ടെക്ക് ഇതുപോലെ ഒന്ന് നോക്കി ആ ടെക്ക് ഓരോ അളവും വെച്ച് മാർക്ക് ചെയ്യണം. ഇതേപോലെ ആ ടെക്കിൻ്റെ അളവ് എത്ര നോക്കുക 2.25 ഇഞ്ച്. 2.25 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുക. പിന്നെ ഇതൊന്ന് ചെക്ക് ചെയ്യാം. മേലെ നിന്നുള്ള അളവും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. നമുക്കത് നല്ലതാണ്. ഇതേപോലെ 8.5 ഇഞ്ച് 8.5 തയ്യത്തുമ്പും കഴിച്ച് 8.5 കറക്റ്റാണ് ഇവിടെ. ഇനി അതിന് ശേഷം അടുത്ത പോയിൻ്റ് ടെക്ക് നോക്കണം. ഇതുപോലെ 2.25 ഇഞ്ച് വ്യത്യാസത്തിലാണ് ആ ടെക്ക് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ നിന്നുള്ള അളവും ആ ടെക്ക് ഇങ്ങനെ പിടിച്ച് നോക്കുക. 9.5 ഇഞ്ച്. അപ്പോൾ 9.5 മാർക്ക് ചെയ്യുക. 2.5 ഇഞ്ചും ഇതേപോലെ 2 ഈ അളവും വെക്കുക. 4 ഇഞ്ച് വ്യത്യാസം ഇങ്ങനെ ആ 4 ഇഞ്ച് ഇതുപോലെ നമ്മളിതുപോലെ മാർക്ക് ചെയ്യാം. ഈ 2.5 ഇഞ്ചും 2.25 ഇഞ്ചും കൂടി നോക്കുക. അതിനുശേഷം ഇതിനെ ഒരു ക്രോസായിട്ട് കൈക്കുഴിലേക്ക് വരയ്ക്കുക. അതേപോലെ അതിനുശേഷം ഈ ടെക്കും തമ്മിലുള്ള വ്യത്യാസം കാണുക. 2.25 ആ 2.25 ഇതിൽ മാർക്ക് ചെയ്യാം. ഇപ്പം 3 ടെക്ക് നമ്മൾ ഓൾറെഡി ഇതിന് 3 ടെക്കുള്ളൂ. ഒരു ടെക്ക് സാധാരണ സൈഡിൽ വരും. അത് അളവിനില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ കട്ടിങ് ആദ്യം വെട്ടിയെടുക്കുക. അതേപോലെ എന്നിട്ട് നമ്മൾ ഈ ടെക്കൊക്കെ ഒന്ന് മാർക്ക് ഇങ്ങനെ ഇതേപോലെ മാർക്ക് ചെയ്യാം. ഈ ടെക്കിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടുത്തെ അളവ് നോക്കണം. 2.25 ആ 2.25 ഇവിടുന്ന് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യണം. അതിനുശേഷം ഇനി കഴുത്ത് വെട്ടിക്കുക. തയ്യത്തുമ്പ് ഇതിൽ കൂട്ടി വെട്ടുന്ന ഫിനിഷിങ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഇതേപോലെ വരച്ചെടുക്കുക.
അതിനുശേഷം നമ്മൾ ബ്ലൗസിൻ്റെ ഈ ടെക്ക് പോയിന്റ് നോക്കണം. ഇതും വരുന്ന അളവും ടെക്ക് തയ്ക്കാനുള്ളതും കട്ടിങ് തയ്ക്കാനുള്ളതും കഴിച്ചതിന് ശേഷം ഒരു മാർക്ക് ചെയ്യുക അതേപോലെ. അതിനുശേഷം ഈ ടെക്ക് ഇതേപോലെ നേരെ നമ്മൾ ഈ മാർക്കിലേക്ക് ഇങ്ങനെ പിടിക്കുക, ഈ മാർക്ക് ചെയ്ത്. എന്നിട്ട് ഈ ഷേപ്പിൽ ഇതിൻ്റെ എത്ര ബാലൻസ് വരുന്ന ആ ലെവലിൽ ഇത് കട്ട് ചെയ്തിട്ട് കൊണ്ടുപോകണം ഇതേപോലെ. ഇതാണ് തയ്ച്ച് വരുമ്പോൾ ഈ ടെക്ക് തയ്ച്ച് വരുമ്പോൾ കറക്റ്റായി കിടക്കുകയുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് വേണം, ഒരു വെട്ട് ഇതേപോലെ അടയാളത്തിൽ ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്താൽ നമുക്ക് തയ്ക്കാൻ എളുപ്പമായിരിക്കും. ഇതേപോലെ ഇനി ഇതിൻ്റെ സെൻറ്റർ പൊളിച്ച് ഇതേപോലെ. ഇനി ഇതിൽ ടെക്ക് വേണമെങ്കിൽ അളവിന് എങ്ങനെ ടെക്ക് അതേപോലെ ഷേപ്പിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിനെ അടയാളം ഇതേപോലെ വിട്ടിട്ട് ഇവിടുത്തതും ഇതുപോലെ വിട്ടുക. അതിന് ശേഷം ഇതേപോലെ കത്ര കൊണ്ട് പോയിൻ്റ് കുത്തിയിട്ട് ഇതേ സൈഡിൽ അപ്പുറത്തെ സൈഡിലേക്ക് മാർക്ക് ചെയ്യാൻ ഇതേപോലെ. ഇവിടെ വേണമെങ്കിലും മാർക്ക് ചെയ്യുക. ഇതേപോലെ ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവരാണെങ്കിൽ ഇതേപോലെ മാർക്ക് ചെയ്താൽ രണ്ട് ഭാഗം തയ്ക്കാൻ എളുപ്പമായിരിക്കും. ഇതേപോലെ നമ്മളെ രണ്ട് ഭാഗം മാർക്കാക്കണം ഒരേ അളവിൽ. ഇതേപോലെ ഇനി നമ്മൾ ഇവിടുത്തെ കട്ടിങ്ങിൻ്റെ ലൂസ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് അത് 7.25 ഇഞ്ചാണ്. 7.25 ഇഞ്ച് ഇവിടുത്തെ ലൂസ്. ആ 7.25 ഇവിടെ മാർക്ക് ചെയ്ത് നമ്മൾ വെച്ച സൈഡ് മാർക്ക് ചെയ്ത ഈ അളവും ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അത് വെട്ടിയിടണം നമുക്ക്. ഇതേപോലെ അത് വെട്ടിയിടുക. ഇത് മാറിപ്പോയത് സൈഡും ഇത് പോയിന്റ് ഭാഗമാണ്. അതാണ് ഇങ്ങനെ വെട്ടിയിട്ടുള്ളത്. കട്ടി കൈ ഫുൾ കൈ ആണ്. 20 ഇഞ്ച് ഇറക്കം, 8 ഇഞ്ച് റിഗാൾ ലൂസ്. ഇതേപോലെ റിഗാളിൻ്റെ മേലത്തെ വണ്ണം കുറച്ച് മേലക്കുള്ള വണ്ണം നമ്മൾ ആദ്യം 7 ഇഞ്ചാണത്. അത് ഞാൻ അളവെടുത്ത് കാണിച്ചു തരാം. അളവെടുക്കുമ്പോൾ അത് ഇങ്ങനെ അത് അളക്കണം. എന്നാലും അപ്പോൾ നമ്മൾ ഇനി അടുത്ത് കൈ വെട്ടാൻ പോകുമ്പോൾ ആദ്യം കൈയുടെ ഈ ലൂസ് നോക്കണം. 7 ഇഞ്ച്. അതിനനുസരിച്ച് വേണം നമ്മൾ തുണിയുണ്ടെങ്കിൽ 7 ഇഞ്ച് ആകുമ്പോൾ നമുക്ക് അടിക്കാനുള്ള തുമ്പും തയ്ക്കാനുള്ള തുമ്പും നോക്കിയിട്ട് ഒരു 8.25 ഇഞ്ചോളം നമുക്കത് ഇങ്ങനെ തുണി 1.25 ഇഞ്ച് തുണിട്ട് 8.25 ഇഞ്ചിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് തുണി മടക്കി രണ്ടാക്കി മടക്കി 2 കൈ ഒരുമിച്ചാണ് വെട്ടുന്നത്. തുണി ഉള്ളതിനനുസരിച്ച് വെട്ടണം. പിന്നെ നമ്മൾ ആദ്യം തയ്ക്കാനൊരു തുമ്പ് മാർക്ക് ചെയ്യുക. എത്ര സ്റ്റിച്ച് ചെയ്ത് ഇതാണ് നമുക്ക് തയ്ച്ചു കൊണ്ടത്. അവിടെ നിന്ന് കൈയിറക്കം 25 കൈയിറക്കം 25 കൈയിറക്കം മാർക്ക് ചെയ്യും. അത് നമുക്ക് സ്കെയിലിട്ട് വരയ്ക്കാം. ഒരു 1.25 ഇഞ്ച് തയ്യത്തുമ്പ്, ഒരു 4.5 ഇഞ്ച് കൈ ലൂസാണ് ഇതിൻ്റെ. അത് മാർക്ക് ചെയ്യാം. നമ്മൾ ആദ്യം എടുത്ത അളവ് 7 ഇഞ്ച്. ഇതൊക്കെ ഫിനിഷിംഗ് ആണ് വരയ്ക്കുന്നത്. 7 ഇഞ്ചിൽ അത് മാർക്ക് ചെയ്തിട്ട് അതിനെ റിഗാൾ രൂപത്തിൽ 8.5 ഇഞ്ചിൽ ഇതേപോലെ റൗണ്ടാക്കിയിട്ട് ഇതേപോലെ റിഗാൾ ഷേപ്പിൽ 8.5 ഇഞ്ച് മാർക്ക് റൗണ്ടാക്കിയിട്ട് 8 ഇഞ്ച് വേണം. അത് നമ്മൾ റിഗാൾ ലൂസാണത്. അതിനുശേഷം നമ്മൾ കയ്യിൽ സെൻറ്റർ അളവ് വെക്കുക 9.5 ഇഞ്ച്. ഒരു മാർക്ക് ഏകദേശം ഒരു മാർക്ക് വെച്ചിട്ട് അവിടുത്തെ ലൂസും കൂടി അളക്കണം. അപ്പോൾ നല്ല കറക്റ്റ് അളവ് കിട്ടും. അവിടെ ഒരു 6 ഇഞ്ച് ലൂസാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ലൂസ് സെൻറ്റർ ലൂസും റിഗാൾ ലൂസും കിട്ടി. എന്നിട്ട് അതിനെ ഇതേപോലെ മാർക്ക് ചെയ്യാം. ഇതൊക്കെ ഇപ്പോൾ ഫിനിഷിംഗ് ആണ്. തയ്ച്ച് വരുമ്പോൾ ഉള്ള ഫിനിഷിംഗ് ആണ്. ഇത് മടക്കി തയ്ക്കാനുള്ളത്, ഇത് റിഗാൾ തയ്ക്കാനുള്ളത്. ബാക്കി കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇതേപോലെ തയ്യത്തുമ്പാണ് ഇട്ട് വെട്ടുന്നത്. ഇതേപോലെ തയ്ക്കാനുള്ള തുമ്പും കൂടിയിട്ട് ഇതേ രൂപത്തിൽ തുമ്പ് ആവശ്യമുള്ളവർ അനുസരിച്ച് കൂട്ടി വെട്ടാം. ഇതേപോലെ വെട്ടിയെടുക്കുക. ഇതേപോലെ അവിടെ അതൊക്കെ ഫിനിഷിങ്ങിന് ഒരു വെട്ടാണ് സെൻറ്റർ വെട്ട്. അപ്പോൾ ഇത് കൈ വെട്ടിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ വരച്ച ഭാഗം ഇതേപോലെ
നമ്മൾ ഫ്രണ്ട് പീസ് കുഴിച്ചില്ലേ ബ്ലൗസിന്, അതേപോലെ ഇതിൻ്റെ കൈയുടെ ഫ്രണ്ട് ഭാഗം ഇതേപോലെ 4 ഇഞ്ച് മേലെ ഇതേപോലെ കുഴിക്കുക. ഇതേപോലെ കുഴിച്ചെടുക്കുക, ചെറിയൊരു അത് മാറിപ്പോകാതിരിക്കാൻ ഒരു അടയാളമാണത്. ഇതേപോലെ 2 ഫ്രണ്ട് തയ്ച്ച് വരുമ്പോൾ ഈ 2 ഭാഗം ഫ്രണ്ട് ഭാഗത്തേക്ക് തന്നെ വരണം. അപ്പോൾ കൈയെല്ലാം വെട്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ് കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റിച്ചിങ്.